السلام عليكم ورحمة الله. الحمد لله رب العالمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തു നബഇലെ അവസാനത്തെ 2 വചനങ്ങളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. أعوذ بالله من الشيطان الرجيم. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. 39-ാമത്തെ വചനം. ذلك اليوم الحق. ذلك എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. ذلك തിൽക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീമെയിലായിട്ട്, പുല്ലിംഗമായിട്ട് ദൂരത്തേക്ക് ഒരു കാര്യം ചൂണ്ടി പറയുന്നതിനാണ് എന്ത് പറയുക? ദാലിക്ക എന്ന് പറയും. അടുത്താണെങ്കിൽ ഹാദാ പറയും. മനസ്സിലായില്ലേ? ദാലിക്കൽ യൗം. അൽ യൗം എന്ന് പറഞ്ഞാൽ ദിവസം. അൽ യൗം അൽ ഹഖ്, യഥാർത്ഥമായ, ഹക്കായ. നമുക്കറിയണമാണല്ലോ ഹക്കൊക്കെ, ഹക്ക് ബാത്തിൽ എന്നൊക്കെ. അപ്പോൾ ദാലിക്കൽ യൗമുൽ ഹഖ്, അതത്രേ യഥാർത്ഥമായ ദിവസം. ദാലിക്കൽ യൗമുൽ ഹഖ്, അതത്രേ യഥാർത്ഥമായ ദിവസം, അല്ലെങ്കിൽ സത്യമായ ദിവസം. ഫമൻ ഷാ, ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ്. ഷാ, ഫമൻ ഷാ, മൻ എന്ന് പറഞ്ഞാൽ ആർ. ഫമൻ ഷാ, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ. ഫ എന്ന് പറഞ്ഞാൽ അതാണ്. ഫ മൻ ഷാ എന്ന. ഫ മൻ ഷാ, ഫ വേറെയാണ്, മൻ വേറെയാണ്. ഫമൻ ഷാ, അതിനാൽ വല്ലവനും ഉദ്ദേശിച്ചാൽ. ഇത്തഖദ, ഇത്തഖദ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കട്ടെ, സ്വീകരിച്ചു എന്നാണ് ഇത്തഖദ. അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു എന്നാണല്ലോ. അഖദ യഖുദു എന്നൊക്കെ പറഞ്ഞാൽ ഖുദ് എന്ന് പറയും, എടുക്കാൻ. ഖുദ് ഹാദ എന്ന് പറയുമല്ലോ. അതിനാണ് ഇത്തഖദ വന്നത്. ഇത്തഖദ, അവൻ സ്വീകരിക്കട്ടെ. ഇലാ റബ്ബിഹി, അവൻ്റെ റബ്ബിലേക്ക്. ഇലാ റബ്ബിഹി, ഹി പറഞ്ഞ അവൻ്റെ. ഇലാ റബ്ബിഹി, അവൻ്റെ റബ്ബിലേക്ക്, ഉദ്ദേശിക്കുന്നവൻ്റെ റബ്ബിലേക്ക്. മആബ, മആബ്, ആബ എന്നാണ് അതിൻ്റെ വെർബ്. ആബ യഊബു. ആബ എന്ന് പറഞ്ഞാൽ മടങ്ങീന്ന്. മആബ് എന്ന് പറഞ്ഞാൽ മടക്ക സ്ഥലം, മടക്കത്തിൻ്റെ മാർഗം എന്നൊക്കെയാണ്. മആബ്, മടങ്ങാനുള്ള സ്ഥലം അല്ലെങ്കിൽ മടങ്ങാനുള്ള മാർഗം എന്നൊക്കെയാണ്. അപ്പോൾ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ഫമൻ ഷാ, അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം. ഇത്തഖദ ഇലാ റബ്ബിഹി, ഇത്തഖദ അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. ഇലാ റബ്ബിഹി, അവൻ്റെ രക്ഷിതാവിലേക്ക്, അവൻ്റെ റബ്ബിലേക്ക്. മആബ, മടക്കത്തിൻ്റെ മാർഗം. ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി മആബ, അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം തൻ്റെ റബ്ബിലേക്കുള്ള മടക്കത്തിൻ്റെ മാർഗം അവൻ സ്വീകരിക്കട്ടെ. ദാലിക്കൽ യൗമുൽ ഹഖ്, അതത്രേ യഥാർത്ഥമായ ദിവസം. ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി മആബ, അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം തൻ്റെ രക്ഷിതാവിലേക്കുള്ള മടക്കത്തിൻ്റെ മാർഗം അവൻ സ്വീകരിക്കട്ടെ.
ദാലിക്കൽ യൗമുൽ ഹഖ്, അതത്രേ യഥാർത്ഥമായ ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനത്തിൽ ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതേതാ? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ. അതാണ് ആ ദിവസം. ആ ദിവസം ഏതാ? യൗമ യഖൂമുർ റൂഹു വൽ മലായിക, റൂഹും മലായികത്തുകളുമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം. സഫായിട്ട്. അപ്പോൾ ആ ദിവസം ഏതാ? നമ്മൾ പറഞ്ഞല്ലോ ആ ദിവസം ഏതാണ് എന്നുള്ളത്. എന്താണ് റൂഹ്, എങ്ങനെയാണ് മലക്കുകൾ വരിക എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. ആ ദിവസം എന്ന് പറഞ്ഞാൽ അത് യൗമുൽ ഖിയാമത്താണ്. യൗമുൽ ഖിയാമത്താണ്. അപ്പോൾ ആ യൗമുൽ ഖിയാമത്ത് എന്താണ്? ദാലിക്കൽ യൗമുൽ ഹഖ്, അത് സത്യമായ ദിവസമാണ്, യഥാർത്ഥമായ ദിവസമാണ്, സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിവസത്തെക്കുറിച്ചാണ് ഇവരെന്ത് ചെയ്തിരുന്നത്? അമ്മ യതസാഅലൂൻ, അങ്ങോട്ടാണ് മടങ്ങുന്നത്. അമ്മ യതസാഅലൂൻ, ഈ ആളുകൾ പരസ്പരം ചോദിച്ചിരുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. അനിൻ നബയിൽ അലീം എന്ന് പറഞ്ഞു. ആ നബഉൽ അലീം ഏതാ? ആ വലിയ വാർത്ത, അത് ഈ ദിവസത്തെക്കുറിച്ചുള്ള വിവരമാണ്. ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. അപ്പോൾ ആ ദിവസം എന്താണ്? യാഥാർത്ഥ്യമാണ്, അത് ഹക്കാണ്, അത് സംഭവിക്കും. ഒരു സംശയവും അതിലില്ല, ഒരു സംശയവും അതിലില്ല. അതുകൊണ്ട് എന്ത് വേണം? ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ പോരല്ലോ, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ പോരല്ലോ. എന്ത് ചെയ്യണം? ഫമൻ ഷാഅ, ആ ദിവസം നന്നാകണം, ആ ദിവസം സത്യമാണ്, ആ ദിവസം യാഥാർത്ഥ്യമാണ്, ആ ദിവസം എനിക്ക് നന്നാവണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർ, അതാണ് ഫമൻ ഷാഅ. ഫമൻ ഷാഅ എന്ന് പറഞ്ഞാൽ അതാ, മനുഷ്യരിൽ നിന്ന് ആരാണോ ഇത്രയും ബോധ്യമായ ആ ദിവസത്തെ സത്യപ്പെടുത്തുന്നത്, ആരാണോ അതിൽ വിശ്വസിക്കുന്നത്, അവൻ എന്ത് ചെയ്യണം? ഇത്തഖദ ഇലാ റബ്ബിഹി മആബ, അവൻ എന്ത് ചെയ്യണം? അവൻ്റെ റബ്ബിലേക്കുള്ള മടക്കത്തിൻ്റെ മാർഗം സ്വീകരിക്കണം. ഇത്തഖദ, അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ, ഇലാ റബ്ബിഹി, അവൻ്റെ റബ്ബിലേക്ക്, മആബ, മടക്കത്തിൻ്റെ മാർഗം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം. അല്ലാതെ അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ട് കാര്യമില്ല, നിരന്തരം സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. അവർ ചെയ്തത് പരസ്പരം സംശയിച്ച് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് ബോധ്യമായി, ഈ സംഗതികളൊക്കെ വിവരിച്ചപ്പോൾ, അല്ലെങ്കിൽ നമുക്കും ബോധ്യമായ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസം സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് വിചാരിച്ച്, എന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരുക്കം നടത്തണം. അതാണ് ഇത്തഖദ എന്ന് പറഞ്ഞത്. ഇത്തഖദ ഇലാ റബ്ബിഹി മആബ. മആബ്, ആബ യഊബു, അതിനാണ് തൗബയൊക്കെ വന്നത്, മടക്കം. തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങലാണല്ലോ, തെറ്റിൽ നിന്ന് മടങ്ങലാണ് എന്നാണ് ഇത് വന്നത്. ഓക്കെ, അവസാനത്തെ വചനം, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ. ഇന്നാ, തീർച്ചയായും നാം. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം. ഇന്നാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം. ഖുർആനിൽ വന്ന ഇന്നാ ഒക്കെ അള്ളാഹുവാണ്. മനസ്സിലായില്ലേ? കുറേ ഇന്നങ്ങൾ വായിക്കും. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അൻസൽനാഹു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. കുറേ ഇന്ന കാണും ഇനി ഖുർആനിൽ. ഇന്നാ എന്നാട്ടോ, ഇന്നയല്ല. ഇന്ന എന്നതിൻ്റെ കൂടെ എന്ത് വന്നു? ഇന്ന എന്നതിൻ്റെ കൂടെ നാ എന്ന, നാം എന്നാണ്. നാ പറഞ്ഞാൽ നാം എന്നാണ്, മനസ്സിലായില്ല? അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ്, മനസ്സിലായില്ല? ഇപ്പം കതബ എന്ന് പറഞ്ഞാൽ എന്താ?
എഴുതിന. കതബ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി, അല്ലെങ്കിൽ നാം എഴുതി. മനസ്സിലായില്ലേ? ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ഇന്നാ തീർച്ചയായും നാം, അൻദർനാകും അൻദർനാകും. അൻദറ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകി എന്നാണ്. താക്കീത് നൽകി, വാണിംഗ് നൽകി എന്നൊക്കെയാണ് അൻദറ. അതിനാണ് ഇൻസാർ വന്നത്. അറബിയിൽ വാണിങ്ങിന് പറയാം ഇൻസാർ എന്ന്, താക്കീത് അല്ലെങ്കിൽ ഇൻസാർ, മുന്നറിയിപ്പ് മുന്നറിയിപ്പ് മുന്നറിയിപ്പ്. ഇന്ന അൻദർനാ ഉണ്ടോ? അൻദറ എന്നതാണ് വെർബ്. പിന്നെ അൻദർനാ നാം മുന്നറിയിപ്പ് നൽകി. കും കും പറഞ്ഞ നിങ്ങൾക്ക്. ഇന്ന അൻദർനാക്കും തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകി. എന്തിനെക്കുറിച്ച്? അദാബൻ, ഒരദാബിനെ കുറിച്ച്. അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷയാണ്. അദാബ്, അദാബൻ എന്ത് ശിക്ഷ? ഖരീബൻ അടുത്ത. ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത, ആസന്നമായ. ഖരീബ് എന്ന് പറഞ്ഞാൽ അതാണ് ഖരീബൻ. ഖരീബ് അതിൻ്റെ നേരെ വിപരീതമാണ് എന്ത്? ബഈദ്. ഖരീബ് ബഈദ്. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ. ഇന്നാ അൻദർനാകും തീർച്ചയായും നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അദാബൻ ഖരീബാ, ഖരീബായ ഒരു അദാബിനെ കുറിച്ച്, ആസന്നമായ അടുത്ത് വരാനിരിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച്. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ, ആസന്നമായ ഒരു ശിക്ഷയെക്കുറിച്ച് തീർച്ചയായും നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. യൗമ ആ ദിവസം. യൗമ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, യൗമ ആ ദിവസം. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ആ ദിവസത്തിൽ ചെയ്യുന്നൊരു കാര്യം എന്താ? യൻളുറു, നളറ എന്ന് പറഞ്ഞാൽ നോക്കി, കണ്ടു എന്നൊക്കെയാണ്. മനസ്സിലായില്ലേ? നളറ യൻളുറു. അതിനാണ് നല്ലാറ പറഞ്ഞത്. ഈ എന്താ പറയുക, സ്പെക്സിന് എന്ത് പറയും? നല്ലാറ പറയും, നോക്കുന്ന സാധനം എന്നുള്ളത്. അതുപോലെ ഈ മൈക്രോസ്കോപ്പിനൊക്കെ അങ്ങനെ നോക്കുന്ന സാധനങ്ങളില്ലേ, വലുതായി കാണുന്ന, അതൊക്കെ നല്ലാറയാണ്. അതിന് വന്നതാ. യൗമ യൻളുറു നോക്കുന്ന ദിവസം, അല്ലെങ്കിൽ കാണുന്ന ദിവസം. യൗമ യൻളുറു നോക്കുന്ന ദിവസം, അല്ലെങ്കിൽ കാണുന്ന ദിവസം, നോക്കിക്കാണുന്ന ദിവസം. അൽ മർഉ, മർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ്. മനുഷ്യൻ എന്നുള്ളതിന് ഖുർആനിൽ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചത് കാണും സാധാരണയായി. ഒന്ന് ഇൻസാനാണ്, നമുക്കൊക്കെ സാധാരണ നമ്മൾ പറയുന്ന ഇൻസാൻ. മറ്റൊന്ന് മർ ആണ്, മർ മനുഷ്യൻ. യൗമ യൻളുറുൽ മർഉ മനുഷ്യൻ നോക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ദിവസം. യൗമ യൻളുറുൽ മർഉ മനുഷ്യൻ കാണുന്ന ദിവസം. മാ ഖദ്ദമത്, മാ ഖദ്ദമത്. ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുമ്പേ ചെയ്തു എന്നാണ്, മുൻകൂട്ടി ചെയ്തു, നേരത്തെ ചെയ്തു. അതിനാണ് ഖദ്ദമ എന്ന് പറയുന്നത്. അപ്പോൾ മാ ഖദ്ദമത്, മാ ഖദ്ദമത് മുൻകൂട്ടി ചെയ്ത് വെച്ചത്. മാ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് എന്നർത്ഥമാണ്. ഒന്ന് മാ എന്ന അറബി ഭാഷയിൽ ഒരുപാട് ആശയത്തിൽ വരും. മാ അത് ആ സന്ദർഭത്തിന് മനസ്സിലാക്കാനേ കഴിയുള്ളൂ. മാ എന്ത് എന്നുള്ളതിന് മാ പറയും. മസ്മുക്ക് ചോദിക്കും, മനസ്സിലായില്ലേ? നിൻ്റെ പേരെന്താണ് എന്നതിന് മാ. നിഷേധിക്കാൻ വേണ്ടി മാ വരും. മാ കതബ്തു ഞാൻ എഴുതിയിട്ടില്ല. മാ അക്കൽത്തു ഞാൻ ഭക്ഷിച്ചിട്ടില്ല, മാ പറയും. ഇവിടെ അത് രണ്ടുമല്ല. ഇവിടെ മാ എന്ന് പറഞ്ഞാൽ
അല്ലദീ എന്ന അർത്ഥമാണ്. അല്ലദീ, ഇന്നത് എന്ന് പറയില്ലേ, ഇന്നത് എന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷിൽ വിച്ച് എന്ന് എഴുതൂലേ, വിച്ച് എന്ന് പറയില്ല, അതേ ആശയമാണ്. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത്, അത് ചെയ്തു വച്ചത്, അത് മുൻകൂട്ടി ചെയ്തു വച്ചത്. ഖദ്ദമത്, ഖദ്ദമ എന്ന് പറഞ്ഞാൽ ചെയ്തു വെച്ചു എന്നാ. ഇവിടെ ത എന്തിനുള്ളതാ? ഖദ്ദമത് എന്തിനുള്ള? ബാത്ത ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് എന്തിനുള്ളതാ? ഫിമെയിലിനുള്ളത്. ബാത്ത ആണ്. നമുക്ക് എപ്പോഴും മനസ്സിലാക്കുക, ഒരു ഫിഅലിൻ്റെ കൂടെ ഒരു വെർബിൻ്റെ കൂടെ ബാത്ത എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബാ എന്ന് എഴുതിയത് ആ ഷേപ്പിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ പുള്ളിയിടുന്നതിനാണ് എന്താ പറയുക? ബാത്ത. പിന്നെ ഒരു ഹാത്ത ഉണ്ട്, ഹാത്ത. അപ്പോൾ പല സ്ഥലത്തും നമ്മൾ കാണും, ഇനി ഖുർആനിൽ വരും. അപ്പം ഈ ബാത്ത ആണെങ്കിൽ അതെന്താണ്? അത് മനസ്സിലാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഇവിടെ ഫീമെയിൽ? വരാനിരിക്കണ ഒന്നാണ്, അത് യദാഹു. യദാഹു, യദെന്ന് പറഞ്ഞാൽ എന്താ? കൈ. യദാ എന്ന് പറഞ്ഞാൽ രണ്ട് കൈ. യദാഹു, അവൻ്റെ. അവൻ്റെ എന്ന് പറഞ്ഞാൽ അൽ മർഉ എന്നതിലേക്ക്, മനുഷ്യനിലേക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ, ഈ മനുഷ്യ ശരീരത്തിലുള്ള അവയവങ്ങളിൽ എല്ലാ ഇരട്ട അവയവങ്ങളും അറബി ഭാഷയിൽ ഫീമെയിലാണ്. മനസ്സിലായില്ലേ? ഇരട്ട എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണം ഉള്ളത്. കണ്ണ്, കാല്, കൈ ഒക്കെ എന്താണ്? മുന്നസായിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഖദ്ദമത് എന്ന് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? മാ ഖദ്ദമത് യദാഹു, മാ ഖദ്ദമത് യദാഹു, അവൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വച്ചത്. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു, യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു. ഞാനിതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് തന്നെ അത് ഹിഫ്ളാക്കി പോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു, മർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അപ്പോൾ യൗമ യൻളുറുൽ മർഉ, മനുഷ്യൻ കാണുന്ന ദിവസം. എന്ത്? മാ ഖദ്ദമത് യദാഹ്, അവൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വച്ചത്, മുൻകൂട്ടി ചെയ്തു വച്ചത്. വയഖൂലു, ഖാല യഖൂലു, പിന്നെ വയഖൂലു, അവൻ പറയുകയും ചെയ്യും. അപ്പോൾ യൗമയിലേക്കാണ്. യൗമ യഖൂലുന്ന, അവൻ പറയുകയും ചെയ്യുന്ന ദിവസം. ആരാണ് അവൻ? അൽ കാഫിറു, കാഫിർ. കാഫിർ പറയും. കഫറ അതിനാണ് എന്ത് വന്നത്? കാഫിർ വന്നത്. കഫറ എന്ന് പറഞ്ഞാൽ ഭാഷയിലുള്ള അർത്ഥം മറച്ചു വെച്ചു എന്ന്. കഫറ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മായ്ച്ചു കളഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? എന്ത്? കഫിർ അന്ന സയ്യാത്തിന പറയില്ലേ? കഫിർ അന്ന സയ്യാത്തിന, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എന്നാണ് കഫിർ അന്ന സയ്യാത്തിന. കാഫിർ, കൃഷിക്കാരന് അറബിയിൽ കാഫിർ എന്ന് പറയും. ഖുർആനിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ് ദാലിക മസലുഹും ഫി തൗറാത്ത് വമസലുഹും ഫിൽ ഇൻജീലി കസറഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലള ഫസ്തവഅ അലാ സൂഖി യുഅ്ജിബു الزُّرَّاعَ لِيَغِيظَ بِهِمُ الْكُفَّارِ. പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാഫിർ, കൃഷിക്കാരന് കാഫിർ എന്ന് ഉപയോഗിച്ചേ? വിത്ത് മണ്ണിൻ്റെ അടിയിൽ, ഭാഷാപരമായി അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിർ. ഇവിടെ മുഅ്മിനിൻ്റെ നേരെ വിപരീത പദമായാണ് എന്തുപയോഗിച്ചത്?
കാഫർ ഉപയോഗിച്ചത്. മനസ്സിലായില്ലേ? കാഫർ എന്താ ചെയ്യുന്നത്? അവന് ബോധ്യമായിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനും ഇവിടെ അറിയാത്തതില്ല. പക്ഷെ എന്ത് ചെയ്യാണ്? മറച്ചു വെക്കുകയാണ്. അമ്മാരി നിഷേധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായില്ലേ? മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു, ആ കാഫിർ പറയും യാ ലൈതനി, യാ ലൈതനി. ലൈത്ത എന്ന് പറഞ്ഞാൽ, ലൈത്ത അറബി ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ്. ലൈത്ത, ലഅല്ല എന്നൊക്കെ പറയാം. ഒരു കാര്യം ഭാവിയിൽ സംഭവിക്കണമെന്നാഗ്രഹിക്കുന്ന, എന്നാൽ ആ കാര്യം സംഭവിക്കില്ല, അതിനാണ് അധികവും എന്തുപയോഗിക്കുക? ലൈത്ത ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആഗ്രഹിക്കുകയാണ്, ഒരു 60-70 വയസ്സൊക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്ത്? നമ്മുടെ ഈ യുവത്വം തിരിച്ചു വന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിന് പറയാം ലൈത്ത ഷബാബു. ഷബാബ് പറഞ്ഞാൽ യുവത്വം. ലൈത്ത ഷബാബു യഊദു യൗമൻ. ആദ യഊദു എന്ന് പറഞ്ഞാൽ മടങ്ങി വരാൻ. എൻ്റെ യുവത്വം ഒരിക്കൽ മടങ്ങി വന്നെങ്കിൽ എന്നാഗ്രഹിക്കാം. നടക്കുമോ? അതേമാതിരിയാണ് ഇവിടെ ഒരു ആഗ്രഹം. യാ ലൈതനി. ലൈതനി, യാ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നാശത്തിൻ്റെ ശബ്ദമാണ്. ഒരു നമ്മൾ മലയാളത്തിൽ അയ്യോ എന്നൊക്കെ പറയില്ല, അയ്യോ, അതാണ് യാ. യാ ലൈതനി, യാ ലൈതനി, എനിക്കെത്ര നന്നായിരുന്നു, അയ്യോ എനിക്കെത്ര നന്നായിരുന്നു. എന്ത്? കുൻതു, കാന, അതിനാണ് എന്ത് വന്നത്? കാന, കുൻതു, കാന യകൂനു. കാന പറഞ്ഞാൽ എന്താ? ആയി. കുൻതു എന്ന് പറഞ്ഞാൽ ഞാൻ ആയി. മനസ്സിലായില്ലേ? കുൻതു, ഞാൻ. യാ ലൈതനി കുൻതു, എന്ത്? ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്ത്? തുറാബ. തുറാബ് എന്താ? അതെ. അപ്പം യാ ലൈതനി കുൻതു തുറാബ, യാ ലൈതനി കുൻതു തുറാബ. യാ എന്താ? അയ്യോ. ലൈതനി കുൻതു തുറാബ, ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് കാഫിർ പറയുകയും ചെയ്യുന്ന ദിവസം. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. മനുഷ്യൻ തൻ്റെ 2 കൈകളും മുൻകൂട്ടി ചെയ്തു വെച്ചത് നോക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ദിവസം. വയഖൂലുൽ കാഫിറു, കാഫിർ പറയുകയും ചെയ്യുന്ന ദിവസം. യാ ലൈതനി കുൻതു തുറാബ, അയ്യോ ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അപ്പോൾ ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ, ഇത് അള്ളാഹു ഈ അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ. ജനങ്ങളെ എന്നുള്ളതൊരു സംബോധന അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ജനങ്ങളെ, നിങ്ങൾക്ക് നാം എന്ത് ചെയ്തിരുന്നു? താക്കീത് നൽകിയിരുന്നല്ലോ, മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലോ. അദാബൻ ഖരീബ, ഖരീബായ ആസന്നമായ ഒരു ശിക്ഷയെക്കുറിച്ച്. അവിടെ ഖരീബായ എന്ന് പറഞ്ഞാൽ എന്താ? വരാനുള്ളതൊക്കെ എന്താണ്? ഖരീബാണ്. വരാനുള്ളതൊക്കെ ഖരീബാണ്. ആസന്നമായ പറഞ്ഞാൽ നാളെ സംഭവിക്കണമെന്നല്ല. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞിട്ട് എത്ര കാലമായി? 1500 കൊല്ലായില്ലേ ചുരുങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഖരീബ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കണത് എന്നർത്ഥമാണ്. അങ്ങനെ സാധാരണ ഭാഷയിൽ പ്രയോഗിക്കും. അടുത്തന്നെ സംഭവിക്കും നമ്മൾ പറയല്ലോ. അതൊക്കെ അടുത്തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ
അടുത്ത സെക്കൻഡിൽ എന്നല്ല അർത്ഥം. മനസ്സിലായല്ലോ? ഇന്ന അൻദർനാക്കും അദാബൻ ഖരീബ, നിങ്ങളോട് നാം താക്കീത് നൽകിയില്ലേ നിങ്ങൾക്കുള്ള ശിക്ഷ അടുത്തിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഒരു ശിക്ഷ അടുത്ത് വരാനുണ്ട് എന്ന്. മനസ്സിലായില്ലേ? യൗമ യൻളുറുൽ മർഉ, ആ ശിക്ഷ വരുന്ന ദിവസം എന്തായിരിക്കും? യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ, ഓരോ മനുഷ്യനും അവൻ മുൻകൂട്ടി ചെയ്തു വച്ചതിന് അവനിങ്ങനെ കാണും. എല്ലാവരും, അവിടെ മർഉ എന്ന് പറഞ്ഞാൽ എല്ലാവരുമാണ്, എല്ലാ മനുഷ്യരും. അതിൽ മുഅ്മിനും പെടും കാഫിറും പെടും. ഒന്നും കാണാതിരിക്കൂലല്ലോ, എല്ലാം കാണും. അവിടെ ചെല്ലുമ്പോഴുള്ള ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഒരു രേഖയിലുണ്ടാകും. ആ രേഖ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. നമ്മളിങ്ങനെ കാണും ഓരോന്നും. അങ്ങനെയാണ് എൻ്റെ വിചാരണ. ഇപ്പോൾ എളുപ്പമുണ്ട് അത് പറയാൻ. മുമ്പ് നമുക്കിത് പറയുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന മാതിരി അള്ളാഹു ഇത് കാണിച്ചു തരും ഓരോന്നും. മനസ്സിലായില്ലേ? ഓരോന്നും കാണിച്ചു തരും. ഇത് നീ ചെയ്തല്ലേ, ഇത് ചെയ്തിട്ടില്ലേ, ഇത് ചെയ്തിട്ടില്ലേ, ഇത് ചെയ്തിട്ടില്ലേ, അങ്ങനെ ഓരോന്നും. ഒരു വല്ലാത്ത ഒരു കാഴ്ചയായിരിക്കും അത്, വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. മനസ്സിലായില്ലേ? 4 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മളോട് ചോദിക്കും അവിടെ എത്തിയാൽ. ആ 4 കാര്യങ്ങളും നമ്മൾ ചെയ്തതാണ്. അതങ്ങനെ ഓരോന്ന് വിശദീകരിച്ച് ചോദിക്കും. ഭയങ്കരമായ ഒരു ചോദ്യമായിരിക്കും അത്. കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ കാര്യം. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ആ രേഖയെക്കുറിച്ച് നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ വായിക്കാറില്ലേ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. അതാണ് ആ രേഖ. അതിൽ എല്ലാ ചെറുതും വലുതും അതിലുണ്ടാവും. എത്ര നിസ്സാരമായതും അതിലുണ്ടാവും. അതാണ്. എന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചോദ്യം ചെയ്യുക? ഇല്ലാ അഹ്സാഹ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ വവജദു, ശുഫ്, വവജദു മാ അമിലു ഹാദിറ. ഭയങ്കര വാക്കാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ കാലത്തത്. വവജദു, അവരതിങ്ങനെ കാണും. എന്ത്? മാ അമിലു, അവർ പ്രവർത്തിച്ചത്. ഹാദിറ, അത് ഹാദിർ പറഞ്ഞ പ്രസൻറ്റിൽ നിന്ന്. പ്രസൻറ്റിൽ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്തത് അങ്ങനെ കാണും ഓരോന്നും. നന്മയായാലും തിന്മയായാലും കാണും, നന്മയായാലും തിന്മയായാലും കാണും. വജദു മാ അമിലു ഹാദിറ, ഒരു വല്ലാത്ത വാക്കാ, അന്ന് ഉപയോഗിച്ചതാ. ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും എങ്ങനെയാണ് ഈ പ്രസൻറ്റിൽ കാണൽ. സെയിം, കാരണം ഇതൊക്കെ കോപ്പി ചെയ്ത് വെച്ചിന്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒന്നുമില്ല, ഒന്നും രേഖപ്പെടുത്താത്തതില്ല, ഒക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട്. നല്ല ക്യാമറ ആയിരിക്കും അല്ലാണ്ട്, ഭയങ്കര ക്യാമറ ആയിരിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് അതാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രദർശിപ്പിക്കുക എന്ന് തന്നെ പദം. അതാണ് ഭയങ്കര അത്ഭുതം. അതാണ് ഹാദിറ എന്ന് പറഞ്ഞ്. വലാ യളിമു റബ്ബുക അഹദ. ഭയങ്കരമാണ്. അത് മാത്രമല്ല, അത് രണ്ട് രീതിയിലാണ്. ഒന്നത് ഒരു കടലാസ് ഏടായിട്ട് തരും, ബുക്കായിട്ട് തരും. എന്നിട്ട് നമ്മളോട് വായിക്കാൻ പറയും. ഒന്ന്, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നീ തന്നെ വിചാരണ നടത്തിയാൽ മതി, നമ്മൾ വിചാരണ നടത്തണ്ടെന്നുള്ള പറയാം. ഭയങ്കര ഒരു വാക്കാ. നീ തന്നെ വിചാരണ നടത്തിക്കോ നിന്നെ. ഇത് വായിച്ചാൽ അത് അതിന് ശേഷമാണ് എന്തുണ്ടാകുക? ഇതിൻ്റെ പ്രദർശനം ഉണ്ടാകുക. ആ പ്രദർശനമാണ് അസഹ്യമാവുക. പ്രദർശനമാണ് അസഹ്യമാവുക. അത് വെച്ചിട്ടാണ് ഹിസാബ് ഉണ്ടാവുക. ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ ഉണ്ടാകുക. മനസ്സിലായത്? 2 തരം ഹിസാബുകളുണ്ട്. ഹിസാബുൻ യസീറുണ്ട്, ഹിസാബുൻ അസീറുണ്ട്. രണ്ടും ഖുർആൻ്റെ പ്രയോഗമാണ്. യസീർ പറഞ്ഞാൽ എളുപ്പമുള്ള വിചാരണ, ഭയങ്കര എളുപ്പമുള്ള വിചാരണ.
1-2 ചോദ്യമൊക്കെ ചോദിച്ച് ഓക്കെ ഡണ്ണർ ഫസാക്കും. മനസ്സിലായില്ലേ? അതാണ് ഹിസാബൻ യസീറ എന്ന് പറയും. ഭയങ്കര സന്തോഷമായിരിക്കും ആ ഹിസാബ്. അള്ളാഹുവിൽ ഉൾപ്പെടുത്തട്ടെ നമ്മൾ. അതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത്തത് യസീറായ, അതിനെക്കുറിച്ച് നബി പറഞ്ഞത് നൂഖിഷ എന്ന. മൻ നൂഖിഷ ഉദ്ദിബ. നൂഖിഷ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു എക്സാമിനർ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ സൗകര്യമുള്ളമാതിരി ചോദിക്കും. മനസ്സിലല്ലേ? ചില ചോദ്യം ഉണ്ട് എന്തായിരിക്കും, നമ്മൾ ഉത്തരം പറയുമെന്ന് കണ്ടാൽ പുള്ളിക്കാരൻ എക്സാമിനർ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ കുറച്ച് ശക്തമായിട്ട് ചോദിക്കും. അതിനാണ് പറയുക നൂഖിഷ. ഓരോന്നിങ്ങനെ എടുത്ത് ചോദിക്കും. അങ്ങനെ ചോദ്യം കിട്ടിയാൽ മനസ്സിലാക്കണം ഉദ്ദിബ, ശിക്ഷിക്കപ്പെടാൻ പോകണം. വിടാനാണെങ്കിൽ എന്താക്കും? മാഷാ അല്ലാഹ് 2 തരം ഹിസാബുണ്ട്, 3 തരം. മൂന്നാമത്തെ ഒരു ഹിസാബുണ്ട്, അത് ഹിസാബില്ലാതെ പോകാൻ പറയും കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഹിസാബൊന്നും ഉണ്ടാവില്ല. യെസ്, സുബ്ഹാനല്ലാഹ്. ഭയങ്കരമായൊരു സ്ഥാനമായിരിക്കും അത്. ഹിസാബില്ലാതെ വിടുന്ന ഒരു സമൂഹമുണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരു സമൂഹം. അവർ അള്ളാഹു അല്ലാതെ വേറൊന്നിലേക്കും അവർ തിരിഞ്ഞിട്ടുണ്ടാവില്ല. ഒന്നിലേക്കും ഒരാവശ്യത്തിന് പോലും അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആസ്പദമാക്കാത്ത അവർക്ക് പിന്നെ എന്ത് വിചാരണ? അവർക്ക് വിചാരണ ഉണ്ടാവില്ല. അതാണ് വിചാരണ ഇല്ലാത്ത വിഭാഗം. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതാണ് യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ. ഓരോ മനുഷ്യനും അവൻ നേരത്തെ ചെയ്തു വെച്ചത് നോക്കിക്കാണുന്ന ദിവസം. യൻളുറു തന്നെയാണ്. ഈ ആയത്ത് ഓതുമ്പോൾ ശരിക്ക് നമുക്കത് ഫീൽ ചെയ്യണം. നമ്മളിങ്ങനെ നമ്മൾ ചെയ്ത ദുനിയാവിൽ വെച്ച് ചെയ്ത പ്രവർത്തനം അള്ളാഹ് ഒരു വലിയ സ്ക്രീൻ ഇട്ടിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരുന്നത് ഫീൽ ചെയ്യണം. അങ്ങനെ തന്നെ ഇത് കാണുമ്പോഴുള്ള സംസാരമാണ് അടുത്തത്. വയഖൂലുൽ കാഫിർ. ഇത് കാണുമ്പോൾ കാഫിർ വിളിച്ചു പറയും, എന്ത്? യാ ലൈതനി കുൻതു തുറാബ, യാ ലൈതനി കുൻതു. അതെന്താ വെച്ചാൽ ഇത് കാണാൻ കഴിയില്ല. നമ്മൾ രഹസ്യമായി ചെയ്തൊക്കെ എന്താണ്? പരസ്യമാണ്. മനസ്സിലായില്ലേ? ചെയ്ത ഉൽമ മുഴുവൻ അതിൽ കാണും, ചെയ്ത എല്ലാ അക്രമവും കാണും, തോന്നിയാസവും കാണും. അപ്പോൾ തോന്നിപ്പോവുകയാണ് എന്ത്? മണ്ണായി പോയെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ തോന്നാനൊരു കാരണം കൂടിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സഹീഹ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലാഹു യഖ്ദില്ലാഹു ബൈന ഖൽഖിഹി. അള്ളാഹു തൻ്റെ സൃഷ്ടികൾക്കിടയിൽ വിധി നടത്തും. എല്ലാ സൃഷ്ടികളെയും അവിടെ കൊണ്ടുവരും. എല്ലാ സൃഷ്ടികളെയും, മനുഷ്യന് മാത്രമല്ല കേട്ടോ, അത് എല്ലാവരെയും. അതിലാരൊക്കെയുണ്ട്? അൽ ജിന്നു, പ്രത്യേകം നബി എണ്ണി പറഞ്ഞതാണ് 3. അൽ ജിന്നു വൽ ഇൻസു വൽ ബഹായിം. 3 വിഭാഗത്തെ കൊണ്ടുവരും. 1 ജിന്നാണ്, 2 ഇൻസാണ്, 3 ബഹായിമാണ്. ബഹായിം എന്ന് പറഞ്ഞാൽ മിണ്ടാപ്രാണികളൊക്കെ എന്താണ്? ബഹായിമാണ്. എല്ലാം അത് ഇഴജന്തുക്കളും കന്നുകാലികളുമൊക്കെ കാട്ടിലെ ജീവികളുമൊക്കെ കൊണ്ടുവരും. എന്നിട്ട് വ ഇന്നഹു ലയഖീദു യൗമഇദിൻ അൽ ജമ്മാഅ മിനൽ ഖർന. അപ്പം ആദ്യം വിചാരണ നടക്കുന്നത് മനുഷ്യനല്ല, ആദ്യം ഈ ബഹായിമുകളെയാണ് വിചാരണ നടത്തുന്നത്. അവർക്ക് വിചാരണയല്ല, അവരെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ലയഖീദു എന്ന് വെച്ചാൽ പ്രതികാരം ചെയ്യിപ്പിക്കും. അന്നേ യൗമഇദിൻ, അന്ന് അൽ ജമ്മാ എന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത അക്രമ സ്വഭാവമില്ലാത്ത ജീവിയാണ്. മിനൽ കർണ എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള ജീവി. ഈ കൊമ്പുകൊണ്ട് കുത്തി
മറ്റുള്ള ജീവികളെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ദ്രോഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കടിച്ച് ദ്രോഹിച്ചിട്ടുണ്ടാവും. ഇതിനെയൊക്കെ എന്തു ചെയ്യും? കൊണ്ടുവന്നിട്ട് അതിന് പ്രതികാരം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കും. അതാണ്, അത് ഭയങ്കരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞ ഒരു സംഗതി അന്ന് അറബികൾക്ക് പരിചയമുള്ളതാണ്. ആട്, കൊമ്പുള്ള ആടും കൊമ്പില്ലാത്ത ആടും. ആ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടാവും. അതിന് പകരം അവിടെ അവസരം കൊടുക്കും. മനസ്സിലായില്ലേ? ഒരു തരം ഖിസാസാണ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ ഒരു തരം പകരം ചെയ്യലാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കഴിയും. അതോടുകൂടി അവരിത് കഴിയാണ്. ഹത്താ ഇദാ ലം യബ്ഖ തബിഅത്തുൻ ഇൻദ വാഹിദത്തിൻ ലിഉഖ്റാ. ഒന്നിനും മറ്റൊന്നിൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രതികാരവും ചെയ്യാനില്ലാത്ത അവസ്ഥ എത്തിയാൽ, അങ്ങനെ എത്തും അവസാനം. മനസ്സിലായി? അപ്പോൾ ആരും രക്ഷപ്പെടില്ല. ഒരു അക്രമിയായ ജീവി പോലും രക്ഷപ്പെടില്ല, കിട്ടിയിട്ടേ പോകൂ. എന്നിട്ട് അള്ളാഹു പറയും, ഈ ബഹായിമകളോട്, ഈ മിണ്ടാപ്രാണികളോട് പറയും, കൂനു തുറാബ എന്ന് പറയും. കൂനു തുറാബ, ഒക്കെ നിങ്ങളൊക്കെ മണ്ണായിക്കോ എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാര് കണ്ടു നിൽക്കുന്നുണ്ട്? മനുഷ്യൻ കണ്ടു നിൽക്കുക. അതാണ് അതിലെ ഭയങ്കര കാഴ്ച. എന്തൊക്കെ കാണണം. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കാഴ്ച ഉണ്ടല്ലോ, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫൻ. അത് കാണണം. ഈ നമ്മുടെ ബുക്ക് കിട്ടണം, അത് വായിക്കണം. പിന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് കാണണം. പിന്നെ ഈ കാഴ്ച കാണണം. ഇത് ഭയങ്കര കാഴ്ചയാണ്. അപ്പം ഈ കൂനു തുറാബ എന്ന് മൃഗങ്ങളോട് അള്ളാഹു പറയുന്നത് കേൾക്കുമ്പോൾ വയഖൂലുൽ കാഫിർ യാ ലൈതനി കുൻതു അപ്പോഴാണ് കാഫിർ പറഞ്ഞു പോണത്, എന്ത്? ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാനും മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇതൊരു വല്ലാത്ത സംഗതിയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ ശിക്ഷ, അതല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കാണുമ്പോഴാണ് ശരിക്ക്, അല്ലെങ്കിൽ തനിക്ക് വരാനുള്ള ശിക്ഷയെക്കുറിച്ച് അറിയുമ്പോഴാണ് ശരിക്കും എന്താവുക, ഈ വാക്ക് വന്നു പോവുക. ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ, ഞാൻ സൃഷ്ടിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന്. അതാണ് ഇതിലെ അവസാനത്തെ വചനം. അപ്പോൾ ഈ അവസാനത്തെ വചനവും ആദ്യത്തെ വചനവും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? ആദ്യത്തെ വചനം എന്തായിരുന്നു? അമ്മ യതസാഅലൂന അനിൻ നബഇൽ അളീം. എന്തായിരുന്നു അവർ ചോദിച്ച വിഷയം? ഈ ദിവസത്തെക്കുറിച്ചായിരുന്നു. ആ ദിവസം ഇന്നതാണ്, ഇതൊക്കെയാണ് ആ ദിവസത്തിൽ സംഭവിക്കാനുള്ളത്. അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സംഭവം, ആ ദിവസത്തിൻ്റെ അനുഭവമാണ് റബ്ബിസ്സമാവാതി വൽ അർദി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബ. അവിടുന്ന് തുടങ്ങിയത് യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു എന്ന് മുതൽ ഇന്നാ അൻദർനാക്കും എന്ന് പറഞ്ഞത് വരെ. മനസ്സിലായി? ഈ അവസാനത്തെ രണ്ട് വചനങ്ങൾ നമ്മൾ വായിച്ച രണ്ട് വചനങ്ങൾ, ദാലിക്കൽ യൗമുൽ ഹഖ് മുതൽ ഉള്ള ആ രണ്ട്, ശരിക്കും അതിൽ നോക്കൂ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ഓരോ വചനങ്ങൾ വായിക്കുമ്പോഴും നമ്മളതിനെ തദബ്ബുർ ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്കെന്താണ് അതിൽ നിന്നുള്ളത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ആയത്ത് പഠിച്ചതുകൊണ്ട് എനിക്കെന്ത് കിട്ടി, ഞാനതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആക്ട് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഇത് നോക്കൂ, ആദ്യത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഇൻദാറാണ്, അള്ളാഹുവിൻ്റെ വാണിങ്ങാണ്. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും നോക്കൂ, നമുക്കൊരുപാട് ഇൻദാറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഇൻദാറുകൾ. നമുക്കെന്നെ ചിലപ്പോൾ തോന്നലില്ലേ, ചിലപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലാവില്ല, നമ്മുടെ കൂട്ടുകാരുടെ ജീവിതത്തിലാവും, അല്ലെങ്കിൽ കുടുംബത്തിലാവും. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഈ ആയത്ത് ശരിക്കും അത് നമ്മളെ ബോധ്യപ്പെടുത്തണം. ഇന്നാ അൻസർനാക്കും അദാബൻ ഖരീബ. സത്യത്തിൽ ഈ ഇൻദാറുകൾ എന്താണ്? എന്താ ഇൻദാറുകൾ? ചിലപ്പം ഒരു രോഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു വേദനയായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരുടെയെങ്കിലും മരണമായിരിക്കും.
അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമായി, ഇങ്ങനെയൊക്കെ ഇൻതാർ വരും. ഈ ഇൻതാർ ശരിക്കും എന്താ? ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നമ്മുടെ ജീവിതത്തിൽ എന്തില്ല, നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനമല്ല. ഈ ഇൻതാറുകളെയൊക്കെ മനുഷ്യൻ നെഗറ്റീവായാണ് കാണുന്നത്. നമുക്കിത് പോസിറ്റീവാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, അള്ളാഹു നമുക്ക് ഇൻതാർ തരുന്നു എന്നത് അള്ളാഹുവിന് നമ്മളോടുള്ള റഹ്മത്തിൻ്റെ ഭാഗമാണ്, കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ. നമ്മുടെ ഉപ്പ, നമ്മൾ ചെറുതായി നമ്മളെ ഉപ്പ നമുക്ക് ചില ഇൻതാർ തരാറില്ലേ, ചില വാണിംഗ്. അത് ഉപ്പാക്ക് നമ്മളോട് ദേഷ്യമുള്ളതുകൊണ്ടാ? ഇഷ്ടമുള്ളതുകൊണ്ടാ. അത് കാരുണ്യമാണ്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, ഉപ്പ മരിച്ചു പോയ ശേഷം പറയാനൊരാളുണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ, പല വിഷയത്തിലും ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്നോടത് പറയുമായിരുന്നല്ലോ. അപ്പോൾ ഇൻതാറുകൾ സത്യത്തിൽ നെഗറ്റീവല്ല, പോസിറ്റീവാണ്. അത് അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ആ ഇൻതാറ് കിട്ടുമ്പോൾ നമ്മളെന്താവും? ലഅല്ലഹും യർജിഊൻ. അള്ളാഹ് അങ്ങനെ പറഞ്ഞ് മടങ്ങിയെങ്കിലോ. അപ്പോഴാണ് നമുക്ക് തോന്നുക, അല്ല ശരിയില്ല എൻ്റെ മാർഗം, ഞാൻ മാറേണ്ടതുണ്ട്. അത് വളരെ വലിയൊരു സംഗതിയാണ്. രണ്ടാമത്തെ ഒരു സംഗതി നോക്കൂ, യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വ്യക്തിപരമാണ്. യൗമ യൻളുറുൽ മർഉ എന്നാണ് പറഞ്ഞത്, വ്യക്തിപരമാണ്. ഓരോ വ്യക്തിക്കും ഓരോ ഏടാ. ഒരു കുടുംബത്തിനൊരു ബുക്കല്ല, മനസ്സിലായില്ലേ? ഓരോ വ്യക്തിയുടെയും പ്രദർശനം അവൻ്റെ മുമ്പിൽ പേഴ്സണലായിട്ടാണ്. ഒന്നും കൂട്ടൂല, ഒന്നും കുറക്കൂല. ആ മാ ഖദ്ദമത് യദാഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. ഒന്നും കൂട്ടൂല, കുറക്കൂല. എന്താണോ നിങ്ങൾ ചെയ്തത് അത് നോക്കൂ. മാ ഖദ്ദമത് യദാഹ്, ഞാൻ പറഞ്ഞു മാ എന്താണ്? മാ ഖദ്ദമത് യദാഹ് എന്ന് പറഞ്ഞാൽ ചെയ്ത എല്ലാം ഉണ്ടാവും, ചെറുതും വലുതും ഉണ്ടാവും, ഖൈറും ഷർറും ഉണ്ടാവും. രണ്ടും കാണുമല്ലോ. ഭയങ്കര കാഴ്ചയായിരിക്കും, രണ്ടും കാണും. ചിലപ്പോൾ രണ്ടും രണ്ട് കളറിലൊക്കെ ഇരിക്കും. തിന്മ ചുവപ്പായിരിക്കും, മറ്റത് വേറെ എന്തെങ്കിലും നല്ല കളറായിരിക്കും. കാരണം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി, മനസ്സിലായില്ലേ? ശരിക്കും എന്താ വെച്ചാൽ ആ ഒരു രംഗത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ ശരിയാവുള്ളൂ. ഇങ്ങനെ ഒരു രംഗമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് രഹസ്യമായിട്ട് പോലും ഒരു തിന്മ ചെയ്യാൻ തോന്നൂല. കാരണം എന്താ? ഇത് ഞാൻ കാണേണ്ടി വരും. ഞാൻ മാത്രമല്ല, ആരൊക്കെ കാണുന്നു അല്ലാഹു അലം. ഞാനേതായാലും കാണേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോഴാണ് സത്യത്തിൽ നമുക്ക് നോക്കൂ, ശരിക്ക് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനം നന്നാവുക, രണ്ട് വികാരം ആ പ്രവർത്തനത്തിലുണ്ടാവുമ്പോഴാണ്. ഒന്ന് ഖൗഫാണ്. ആ ഖൗഫ് ഇതാ, ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം. രണ്ടാമത്തേത്, അപ്പോഴാണ് നമ്മൾ നന്നാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പം ക്യാമറ ഉണ്ട്, ആ ക്യാമറ അടിക്കുന്ന പേടിയില്ലെങ്കിൽ നമ്മളെ കോലമൊക്കെ മാറുമല്ലോ. അതന്നെ. രണ്ടാമത്തേത് റജാ ആണ്, പ്രതീക്ഷ ഉണ്ടായാൽ നമ്മൾ നന്നാവും. ഖൗഫ് ഉണ്ടായാലും നന്നാവും, റജാ ഉണ്ടായാലും നന്നാവും. റജാ എങ്ങനെ? 30 കൊല്ലമായിട്ട് ലൈസൻസ് ഉണ്ട്, പക്ഷെ ഒരൊറ്റ ഫൈനും ഇല്ല, ഒറ്റ എന്താ പറയുക ബ്ലാക്ക് പോയിൻറ്റും ഇല്ല, അവന് ഭയങ്കര സമ്മാനം കിട്ടും. അപ്പം പ്രതീക്ഷ ഉണ്ട്. ഇത് രണ്ടുമാണ് ശരിക്കും നമ്മൾ നന്നാക്കണത്, ഖൗഫും റജാഉമാണ്. ഇതാണ് സത്യത്തിൽ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. നമ്മൾ നന്നാകാൻ അതേ വഴിയുള്ളൂ, ഇത് ചിന്തിക്കലേ വഴിയുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ അവസാനം പറഞ്ഞത് എന്താ? കാഫിറിൻ്റെ ഖേദമാണ്. വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ. അവൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ മണ്ണായി പോയെങ്കിൽ എന്നൊക്കെ. ഇത് അവിടെ വെച്ചുള്ള രംഗാണ്, ഈ ഹിസാബിൻ്റെ സമയത്തുള്ള രംഗമാണ്. ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പോഴുള്ള രംഗമാണ്. മൃഗങ്ങളൊക്കെ മണ്ണായി, അവർക്ക് ഇനി പ്രശ്നമൊന്നുമില്ല,
മണ്ണായി കഴിഞ്ഞാൽ പ്രശ്നമല്ലല്ലോ, അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് കാണുമ്പോഴാണ്. ഇതല്ലാതെ നോക്കൂ, സഹാബികളിൽ വലിയൊരു വിഭാഗം ഈ ഹിസാബിനെക്കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹു ഖിയാമത്ത് നാളിൻ്റെ അഹ്വാലുകളെക്കുറിച്ച്, ഭയാനകതകളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവർ പറയുമായിരുന്നു, ഞാനൊരു വൃക്ഷത്തിലെ ഇലയായിരുന്നുവെങ്കിൽ, ഒരു വൃക്ഷത്തിലെ ഇലയായിരുന്നുവെങ്കിൽ. വിചാരണ മണ്ഡലം അങ്ങനെ പറയുമായിരുന്നു. അല്ലാഹു അക്ബർ. നോക്കൂ, ഇതിൽ നമുക്ക് കിട്ടേണ്ട ഈമാനികമായ കുറച്ച് മെസ്സേജുകളുണ്ട് ഈ രണ്ട് വചനങ്ങളിൽ. അതിൽ നിന്ന് ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ, ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു രക്ഷപ്പെടാൻ നൽകുന്ന അവസരമാണ്. അത് നമ്മൾ എഴുതി വെക്കണം അങ്ങനെ തന്നെ. ജീവിതം എന്ന് പറഞ്ഞാൽ അൽ ഹയാത്തു ഫുർസത്തുൻ ലിന്നജാ എന്നാണ്, രക്ഷപ്പെടാനുള്ള അവസരമാണ്. കാരണം എന്താ അറിയോ, നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പാണ് നമുക്ക് എന്ത് വരിക, വാണിങ്ങൾ ഇങ്ങനെ വരും. കുറേ വന്നിട്ടുണ്ടാവും, നമ്മൾ നോക്കാത്തതുകൊണ്ടാണ്. ഒരുപാട് വാണിങ്ങൾ വന്നിട്ടുണ്ടാവും. അത് അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ ആ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ്, നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് കിട്ടേണ്ട ഒരു ഈമാനികമായ മെസ്സേജ് ഇതിൽ നിന്ന് എന്താ വെച്ചാൽ, നമ്മുടെ ആഖിറത്ത് ആസന്നമാണ്, വളരെ അടുത്തുണ്ട്. ഓരോരുത്തർക്കും നോക്കൂ, ഓരോരുത്തർക്കും അവരുടെ ആഖിറത്ത് ആരംഭിക്കുകയാണ് ഏതോടുകൂടി, മരണത്തോടുകൂടി. ഓരോരുത്തർക്കും അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. 4 ചോദ്യങ്ങളാണ് അള്ളാഹു അന്ന് ചോദിക്കാമെന്ന് പറഞ്ഞല്ലോ ഖിയാമത്തിൽ. 3 ചോദ്യം എവിടെ ചോദിക്കും? ആഖിറത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഖബറാണ്. ഖബറിൽ വെച്ച് 3 ചോദ്യം ചോദിക്കും. മനസ്സിലായില്ലേ? 3 ചോദ്യം ചോദിക്കും. പിന്നെ 4 അപ്പുറത്തും 7 ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ പ്രിപ്പയറായി നിൽക്കണം ഏത് സമയത്തും. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? മൂന്നാമത്തെ കാര്യം, ഇത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇതിനെ അഭിമുഖീകരിക്കേണ്ടി വരും. നാട്ടിലെ കോടതിയിലാണെങ്കിൽ വക്കീലിന് പൈസ കൊടുത്താലും വക്കീൽ ഹാജരായിക്കോളും, മറുപടി പറയാനേ. മനസ്സിലായില്ലേ? വിചാരണ ഇവിടെ അതല്ലല്ലോ. ഇവിടെ വക്കീലുണ്ടാവില്ല, തർജുമാനില്ല, വക്കീലില്ല, ട്രാൻസ്ലേറ്റർ ഉണ്ടാവില്ല. നിങ്ങൾ ദുബായിലൊക്കെ കോടതിയിൽ പോയാൽ നമുക്ക് ട്രാൻസ്ലേറ്റർ കിട്ടും. അവിടെ ട്രാൻസ്ലേറ്റർ ആവശ്യമില്ല, ഒന്നും ഉണ്ടാവില്ല, വക്കീലുണ്ടാവില്ല. ഓരോരുത്തരും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ 2 സംഗതി. ഒന്ന്, ഉദ്ഹറുണ്ടാവില്ല, എക്സ്ക്യൂസ് ഉണ്ടാവില്ല. എക്സ്ക്യൂസിൻ്റെ സമയം കഴിഞ്ഞു പോയി. നേരത്തെ ആണെങ്കിൽ ഉണ്ടായിരുന്നു, മരിക്കണതിന് മുമ്പാണെങ്കിൽ ഇഷ്ടം പോലെ എന്തുണ്ട്, എക്സ്ക്യൂസുകളുണ്ട്. ഇന്നി ലഗഫാറുന്നാണ് ലിമൻ താബ വ ആമന വ അമില സാലിഹൻ. അള്ളാഹു ഗഫാറാണ്. അള്ളാഹു തരുന്ന എക്സ്ക്യൂസാണ്, ധാരാളമായി പൊറുക്കും നമ്മൾ മടങ്ങുകയും അമലു സാലിഹാത്തുകൾ ചെയ്താലും. പക്ഷേ ഇവിടെ എക്സ്ക്യൂസ് ഇല്ല. മനസ്സിലായില്ലേ? രണ്ടാമത്തേത്, വസതാകളില്ല, വസീത്തില്ല, മീഡിയേറ്ററില്ല. എല്ലായിടത്തും നമുക്ക് മീഡിയേറ്റർ ഉണ്ടാവും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ടാവും. ഇവിടെ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ആരും ആരെയും നോക്കൂല. ഖുർആൻ അങ്ങനെ എന്തൊക്കെയോ എത്ര വാചകങ്ങളാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി. ആരെ കണ്ടാലും ഓടുക. സ്വന്തം ചോരയാണ് അഖ് എന്ന് പറഞ്ഞാൽ, കണ്ടാൽ ഓടും. ഉമ്മനെ കണ്ടാൽ ഓടുക എന്ന് പറഞ്ഞാൽ വരപ്പ്. യൗമ യഫിറുന്ന, പേടിച്ചോടുകയാണ്. നമ്മളിത് എന്തെങ്കിലും ഉമ്മക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ച്. വാപ്പനെ കണ്ടാൽ ഓടുക, ഭാര്യനെ കണ്ടാൽ ഓടുക, ഭർത്താവിനെ കണ്ടാൽ ഓടുക. എന്താ കാര്യം? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. അതാണ്, ഓരോരുത്തരും അവരവരുടെ കാര്യം തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും.
പ്രവാചകന്മാരൻ അങ്ങനെ, പിന്നെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞത്, അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് മൂന്നാമത്തെ ഒരു മെസ്സേജ്, ഈമാനിക മെസ്സേജ്. അതാണ് ഞാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് മറുപടി പറയേണ്ടി വരും. എനിക്ക് എക്സ്ക്യൂസ് ഉണ്ടാവില്ല, എനിക്കൊരു മീഡിയേറ്റർ ഉണ്ടാവില്ല, വക്കീലുണ്ടാവില്ല. നാലാമത്തെ കാര്യം, ഇതിൽ അവസാനത്തെ വാചകങ്ങൾ കണ്ടില്ലേ? വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ. ഞാൻ മുഅ്മിനാണ്, അതുകൊണ്ട് എന്താ എനിക്ക് കിട്ടണ ഗുണം? ഇവനെപ്പോലെ ഞാൻ ഖേദിക്കേണ്ടി വരുമല്ലോ. ഇവനെപ്പോലെ ഇവൻ ഖേദിച്ചല്ലോ. നമ്മൾ ആഗ്രഹിക്കായിരിക്കും ചെയ്യാം. നമുക്ക് വേഗം അല്ലേ? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നമുക്ക് സ്വർഗത്തിലുള്ള സ്ഥലം കാണിച്ചു തരും. എന്താണ് എൻ്റെ പൊസിഷൻ എന്ന് കാണിച്ചു തരും. അപ്പം മുതൽ നമ്മൾ പറയാൻ തുടങ്ങുന്ന റബ്ബി അഖിമിസ്സാ, റബ്ബേ വേഗം ഖിയാമത്ത് നാളിനാട്ടെ. എന്താ കാരണം? ഇത് കണ്ടിട്ട് ആണ് പോകാനുള്ള കൊതിയുണ്ട്. ഭയങ്കര സംഭവം, മനസ്സിലല്ലേ? അപ്പം വിശ്വാസികൾ എന്താ ആഗ്രഹിക്കുക? ഓടിപ്പോകാനാണ് ആഗ്രഹിക്കുക, സ്വർഗത്തിലേക്കാണ്. അപ്പം അതാണ് ഈമാനിൻ്റെ പ്രത്യേകത. ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും ഭയങ്കര സംഭവമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗിഫ്റ്റാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താവും? രക്ഷപ്പെടും. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കുക. ഇതാണ് ഈ സൂറത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ. നോക്കൂ, ഈ സൂറത്തിൽ നമുക്കിതൊന്ന് ഓടിച്ചു പോവാം. ഈ സൂറത്ത് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി മനസ്സിലാൻ വേണ്ടി. ഈ സൂറത്ത് നിങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണില്ല? ഓക്കെ, സോറി. റെഡിയല്ലേ? നോക്കൂ, ഈ സൂറത്ത് കാണാൻ പഠിക്കേണ്ടത് ഇങ്ങനെ ഇരിക്കണം, ഇത് ഓതേണ്ടതും ഇങ്ങനെ ഇരിക്കണം. കാണണ്ട എങ്ങനെയാന്നുള്ളത്? 1, 2, 3, 4, 5 സ്റ്റെപ്പാണ്. 5 സ്റ്റെപ്പാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ നോക്ക്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൂറത്തു നബ എന്നാണ് ഇതിൻ്റെ പേരൊക്കെ നമ്മൾ അത് പറഞ്ഞതാണ്. മക്കിയാണ് ഈ സൂറത്ത്. ഇതിൽ ഒന്നാമത്തെ സംഗതി അതിൻ്റെ തുടക്കമാണ്. 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. അതിൻ്റെ ഒരു ആമുഖം എന്ന് പറയാം, പ്രിഫൈസ് എന്ന് പറയാം. ആമുഖത്തിൽ ശരിക്ക് ചോദ്യമാണ്. അമ്മ യതസാഅലൂൻ അല്ലേ? അനിൻ നബഇൽ അളീം. നമ്മൾ പറഞ്ഞു നബഉൽ അളീം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളാണ്. മനസ്സിലായില്ലേ? ഖിയാമത്ത് നാളിനെ കുറിച്ച് അതാണ് അവരുടെ സംസാരം. അപ്പോൾ മറുപടി വന്നു കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. അതാണ് ആദ്യത്തെ ഭാഗം. ഞാനിത് നിങ്ങൾക്ക് ഹിഫ്ളാക്കാൻ എളുപ്പമാകാൻ വേണ്ടി പറഞ്ഞുതരാം. രണ്ടാമത്തെ ഭാഗം 6-ാമത്തെ വചനം മുതൽ 16-ാമത്തെ വചനം വരെ. നിങ്ങൾ ഓർക്കണ്ടോ അറിയില്ല, ഞാനത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് 9 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അള്ളാഹു അതിൽ പറയുന്നത്. 9 അനുഗ്രഹങ്ങൾ. അലം നജഅലിൽ അർദ മിഹാദ. ഒന്നാമത്തേതാണ് ഭൂമിയാണ്. അങ്ങനെ ഇത് വെച്ചിങ്ങനെ പോയാൽ മതി, അപ്പോൾ എളുപ്പമുണ്ടാവും ഓർക്കാൻ. അലം നജഅലിൽ അർദ മിഹാദ. രണ്ടാമത്തേത് വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളാണ്. മൂന്നാമത്തേത് വഖലഖനാകും അസ്വാജ. എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങളെയും ഇണകളായ സൃഷ്ടിച്ചത്. നാലാമത്തേത് വജഅൽനാ നൗമക്കും, ഉറക്കമാണ്. അഞ്ചാമത്തേത് വജഅൽന ലൈല ലിബാസ്, രാത്രിയാണ്. ആറാമത്തേത് വജഅൽന നഹാറ മആഷ, പകലാണ്. ഏഴാമത്തേത് വബനൈന ഫൗഖക്കും സബ്അൻ, 7 ആകാശങ്ങളാണ്. എന്നിട്ട് എട്ടാമത്തേത് വജഅൽന സിറാജൻ വഹാജ, സൂര്യനാണ്.
കത്തിജ്വലിക്കുന്ന വിളക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ വ അൻസൽനാ മിനൽ മുഅ്സിറാത്തി മഅൻ, അതാണ് 9ാമത്തേത്. മേഘങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിക്കുകയും അത് മുഖേന ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ, ഇടതൂർന്ന് നിൽക്കുന്ന നല്ല വൃക്ഷങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു. 9 അനുഗ്രഹങ്ങളെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയേണ്ട, 9 അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെയാണ് എണ്ണിപ്പറഞ്ഞത്. ഈ ഖുദ്റത്തുകൾ നമുക്ക് നിഅമത്താണ്, അള്ളാഹുവിൻ്റെ വലിയ കഴിവുകൾ. അതെന്തിനാണ് എണ്ണിപ്പറഞ്ഞത്? അത് അന്നുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഇത്രയും 9 വലിയ ആർക്കും ചെയ്യാൻ പറ്റാത്തതാണ് ഈ 9. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതാണ് 3ാമത്തെ ഭാഗം, 17 മുതൽ 20 വരെയുള്ള വചനം. അതുകൊണ്ട് എന്താണ്? ഇന്ന യൗമുൽ ഫസ്ലി കാന, അതുകൊണ്ട് യൗമുൽ ഫസ്ൽ, ഒരു തീരുമാനത്തിൻ്റെ ദിവസം എന്നത് തീർച്ചയായിട്ടും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതുണ്ടാവും, നിങ്ങൾ സംശയിക്കണ്ട. അതാണല്ലോ നിങ്ങളെ ചോദ്യം. അമ്മ തസഅലൂൻ അനിൻ നബഇൽ അളീം, അതാണ് ചോദ്യം. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, എന്നിട്ട് ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ. അന്നത്തെ ആദ്യത്തെ രംഗം അതാണ്. ഒരു കാഹളത്തിൽ ഊതും, അപ്പോൾ നിങ്ങൾ കൂട്ടം കൂട്ടമായി എഴുന്നേറ്റ് വരും. ഖബറിന്ന് വരുന്ന രംഗമാണത്. നമ്മൾ പറഞ്ഞല്ലോ, വഫുതിഹത്തിസ് സമാ ഫകാനത് ഏഷ് അബ്വാബ, ആകാശങ്ങൾ തുറക്കപ്പെടും. അതിന് കുറേ വാതിലുകളുണ്ടാവും. എന്നിട്ടോ വസുയീറത്തിൽ ജിബാലു ഫകാനത്ത്, അതെ, ജിബാലുകളൊക്കെ ഭയങ്കര രംഗമായിരിക്കും അത്. ജിബാലൊന്നും ഉണ്ടാവില്ല, ഒറ്റ പർവ്വതങ്ങളും ഉണ്ടാവില്ല. പർവ്വതങ്ങൾക്ക് സംഭവിക്കുന്ന 3 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ. പിന്നെ 4ാമത്തേത് നരകത്തെക്കുറിച്ചുള്ള വാക്കുകളാണ്. ഇന്ന ജഹന്നമ, അതെന്തിനാന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെക്കുറിച്ച് പറഞ്ഞു, മനസ്സിലായില്ലേ? ആ ഖുദ്റത്തുകൾ വിശദീകരിച്ച ശേഷം എന്താണ് യൗമുൽ ഖിയാമത്ത് എന്ന് പറഞ്ഞു, അന്നുണ്ടാകുന്ന ചില രംഗങ്ങൾ പറഞ്ഞു. ഇനി പറയുന്നത് അന്ന് അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ള. നിങ്ങൾ വെറുതെ നിഷേധിക്കാൻ പോകണ്ട, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണ അവസ്ഥ എന്താ? ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, ജഹന്നം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ലിത്താഗീന മആബ, അക്രമം ചെയ്തവർക്ക് പോകാനുള്ള സ്ഥലമാണത്. ലബിസീന ഫീഹ അഹ്കാബ, കാലങ്ങളോളം അവിടെ താമസിക്കേണ്ടി വരും. ലാ യദൂഖൂന ഫീഹ ബർദം വലാ ഷറാബ, അവിടെ ബർദുമില്ല ഷറാബുമില്ല. ഇല്ല ഹമീമൻ വ, അവിടെ കുടിക്കാനും തിന്നാനുള്ളത് എന്താണ്? ഹമീമും വസ്സാഖുമാണ്. ജസാഅൻ വിഫാഖ, അവർക്ക് യോജിച്ച പ്രതിഫലമാണത്. അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി പറഞ്ഞു. എന്താ? ഇന്നഹും കാനൂ ലാ യർജൂന ഏഷ് ഹിസാബ, അവരിങ്ങനെ ഹിസാബിനെ അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എന്ത് വിചാരണ! ഈ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ളതാണ്. വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബ, എല്ലാ നമ്മുടെ ആയത്തുകളെയും കളവാക്കി, ഒന്നുമില്ലാത്തതാന്നാ പറയാ. എന്നാൽ അല്ലാഹ് പറയാ വകുല്ല ശൈഇൻ അഹ്സൈനാഹു, ഓരോന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫദൂഖൂ ഫലൻ നസീദക്കും ഇല്ലാ ഏഷ് അദാബ്, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോ, നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അതാണ് 4ാമത്തെ കാര്യം. 5ാമത്തേത് 31 മുതൽ 36 വരെയുള്ള വചനങ്ങൾ മുത്തഖീങ്ങളുടെ അവസ്ഥയാണ്. ആദ്യം പറഞ്ഞത് കാഫിറുകളുടെ അവസ്ഥയാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ, മഫാസ് എന്നാണ് പറഞ്ഞത്. മഫാസ് നമ്മൾ പറഞ്ഞല്ലോ ഫൗസിൽ നിന്നാണ്. മുത്തഖീങ്ങൾക്ക് അവിടെയാണ് വിജയം. എന്നിട്ട് പിന്നെ ആ വിജയം എന്താന്ന് പറയാണ്? ഹദാഇഖ വഅനാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖ, ഭയങ്കര സംഭവം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ. അടുത്തെന്താ? ജസാഅൻ മിർ റബ്ബിക അതാഅൻ. നോക്കൂ, ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ 26ാമത്തെ വചനം നോക്കി, എന്താ? ജസാഅൻ വിഫാഖ എന്നാ ഞാൻ പറഞ്ഞിരുന്നു. ഇത് വിവരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ പറഞ്ഞ എന്താ? ജസാഅൻ മിർ റബ്ബിക അതാഅൻ. നോക്കൂ, നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ജസാഅൻ വിഫാഖ എന്നാ, അവർക്ക് യോജിച്ച, വിഫാഖ് എന്ന് പറഞ്ഞത് അവർക്ക് യോജിച്ച പ്രതിഫലം. ഇവിടെ എന്താ പറഞ്ഞേ? സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ
പറഞ്ഞാൽ മതിയായിരുന്നു ജസാ വിഫാഖാന്ന്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. അള്ളാഹു പറയാണ് ജസാ മിർ റബ്ബിക്. അതോ അത് നിൻ്റെ റബ്ബിൻ്റെ പ്രത്യേകമായ ജസാ ആണ്. മാത്രമല്ല അതാഅൻ ഹിസാബ, കണക്കാക്കിയ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് സ്വർഗം. മനസ്സിലായി? സ്വർഗം നമ്മുടെ അവകാശമല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, സ്വർഗം നമ്മുടെ അവകാശമല്ല, അള്ളാഹു നമുക്ക് നൽകുന്നൊരു ഗിഫ്റ്റാണ് സ്വർഗം. മനസ്സിലായില്ലേ? പിന്നെ അവസാനിക്കുകയാണ്. അതാണ് 6ാമത്തെ ഭാഗം, ഈ അധ്യായത്തിൻ്റെ അവസാനം. ഈ അവസാനത്തിൽ എന്താ ഉള്ളത്? അവസാനത്തിലുള്ളത് ഒന്ന് റബ്ബിസ്സമാവാ, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം പറയാണ്. റബ്ബിസ്സമാവാതി വൽ അർദി വമാ ബൈനഹുമർ റഹ്മാൻ. അള്ളാഹു ആരാന്ന് പറയാ? ലാ യംലികൂന മിൻഹു ഖിതാബ. അന്ന് അവനോട് സംസാരിക്കാൻ പറ്റൂല ആർക്കും. അവിടെ ഒന്നുമില്ല, പിന്നെ എല്ലാം മറ്റുപോയി. എന്നിട്ട് പറയാണ് യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫ. ഭയങ്കര സംഭവമാണ്. മലക്കുകളും റൂഹും സഫായി നിൽക്കുന്ന ഒരു ദിവസം. നിങ്ങൾ ആലോചിക്കുക, എന്തായിരിക്കും ആ രംഗം? അതിൽ ആ റൂഹ് നിൽക്കുന്നതാണ് ഭയങ്കരം. ഓരോരുത്തരുടെയും റൂഹേ കാത്തിങ്ങനെ നിൽക്കുക, ഓരോരുത്തരുടെയും റൂഹ്. എന്നിട്ട് ആ റൂഹിലേക്ക്, ഈ ജസദിലേക്ക്, ഈ ശരീരത്തിലേക്ക് റൂഹ് എത്തുക. ഒരു വ്യത്യാസം വരാതെയാണ് അത്ര പോവുക. ആ റൂഹിന് കൃത്യമായിട്ട് അറിയാം ഓരോരുത്തരെയും. ഭയങ്കര. എന്നിട്ടോ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ. അന്നാർക്കും സംസാരിക്കാൻ അനുവാദമല്ല, അള്ളാഹു അനുവദിച്ചവർക്കൊഴികെ. ശരി, അതാണ് ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി. ആ ദിവസമാണ് ഈ പറഞ്ഞത്. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം. അതുകൊണ്ട് ആർ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതാണ് ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി. അവസാനം ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ. നോക്കൂ, 6 ഭാഗമാണ് ഈ അധ്യായം. ഞാൻ നിങ്ങൾക്ക് ഹിഫ്ളിന് എളുപ്പമാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ 6 ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നോക്കൂ. നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ പോലും പാരായണം ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെ അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം എന്ന് പറഞ്ഞാൽ ആരും നിർത്തരുത്. നിർത്തുകയാണെങ്കിൽ എവിടെ നിർത്താവൂ? സുമ്മ കല്ലാ സയഅലം. മനസ്സിലായില്ലേ? പിന്നെ അലം നജഅലിൽ അർള മിഹാദ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എണ്ണി പറഞ്ഞതിന് നമ്മൾ എന്താക്കരുത്, കുറക്കരുത്. ഏതുവരെ ഓതണം? വജന്നാത്തിൻ അൽഫാഫ. മനസ്സിലായല്ലോ? അതിൻ്റെ ഇടയിൽ നിന്നും തുടങ്ങരുത് കേട്ടോ. എങ്ങനെ? ഉദാഹരണം, ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ ഇന്ന യൗമൽ ഫസ്ലിനോ. അത് വേറൊരു സബ്ജക്റ്റാണ്. നമ്മൾ ഒരിക്കലും ഇനി ഖുർആൻ പഠിച്ചവരെന്ത് ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലാകണ്ടല്ലോ അല്ലേ പറയണത്? അല്ലേ? നമ്മളൊരു പുസ്തകത്തിൻ്റെ ഒരു അധ്യായം, ആ അധ്യായത്തിൽ അതിൻ്റെ ഫുൾ കണ്ടന്റ് ഉണ്ട്. അതിൻ്റെ ഇടക്കുന്ന് വായിച്ചാൽ എന്താ ഉണ്ടാകുക? അതന്നെ ചെയ്യരുത്. പിന്നെ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത സറാബ വരെ. പിന്നെ ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ്. പിന്നെ ഇന്ന ലിൽ മുത്തഖീന മഫാസ്. ഇങ്ങനെയാണ് ഖുർആൻ വായിക്കേണ്ടത്, ഇങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്. നിങ്ങൾ ഇനി മുസാഫ് നോക്കിയാൽ തന്നെ ചിലപ്പോൾ കാണും. നോക്കൂ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് മുസാഫ് എടുത്ത് നോക്കിയെങ്കിൽ വഖഫുള്ള സ്ഥലത്ത് തന്നെ, വഖഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നിർത്താനുള്ള സ്ഥലത്ത് തന്നെ ആ നിർത്താനുള്ള അടയാളത്തിൻ്റെ മേലെ ഒരു ലാ എന്നുണ്ടാവും അല്ലേ? എന്തിനാ പിന്നെ ഒരു ലാ അവിടെ? ലാ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യരുത് എന്നല്ലേ? നിർത്താനല്ലേ വഖഫ്? പിന്നെ എന്തിനാ ലാ? അതാണ് ഈ പറഞ്ഞത്. അതാണ് ഞാൻ ഈ 7 അപ്പം അവിടെ നിർത്തി പോകരുത്, അവിടെ നിങ്ങൾ നിർത്തി പോകരുത്, അവസാനിപ്പിക്കരുത്. അവിടെ നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ പോലും എന്താക്കരുത്, വഖഫിൻ്റെ മുകളിൽ ആ കണ്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അടുത്ത ആയത്തും കൂടി ഓതുക. അപ്പോഴാണ് എന്താവുള്ളൂ,
പൂർത്തിയാവുള്ളൂ. മനസ്സിലായിട്ട് പറയുന്നത് ഷാ. അപ്പോൾ ഇതാണ് സൂറത്തുൻ നബ. കുറച്ചായത്തേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന എല്ലാവരും നമ്മളിപ്പോൾ 3 ക്ലാസ്സല്ല ഇത് 4 ക്ലാസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. ആരെങ്കിലും പഠിക്കാത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതിങ്ങനെ ഭാഗമാക്കിയല്ലോ, 6 ഭാഗമാക്കി. ആ ഭാഗം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ വേഗം പഠിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ല? അതിൻ്റെ ആശയമൊക്കെ ഏകദേശം നിങ്ങൾക്ക് ബോധ്യമായല്ലോ എന്താണെന്നുള്ളത്. ഇനി ഭയങ്കര രസമുണ്ടാവും. ഇനി നമുക്ക് ഇമാമ് സൂറത്തുൻ നബ ഓതുമ്പോഴേ നമുക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവും. ഇതൊക്കെ നമ്മളിങ്ങനെ കാണും. ഈ കാഴ്ച മുഴുവൻ നമ്മളെ കണ്ണുകൊണ്ട് കാണും. അങ്ങനെയാണ് ശരിക്കും എന്താക്കേണ്ടത്, ഖുർആൻ ഓതേണ്ടത്. മനസ്സിലായില്ലേ? ഇതിനാണ് തദബ്ബുർ എന്ന് പറയാം. ഖുർആൻ തദബ്ബുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ പഠിച്ചാൽ നമ്മൾ മറക്കൂല, ഇങ്ങനെ പഠിച്ചാൽ നമ്മൾ പോവില്ല. ഇങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ഓതിയാൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോവില്ല. നമുക്കുള്ള പ്രശ്നം ഇപ്പോൾ നിസ്കാരത്തിലൊന്നും തീരെ ഏകാഗ്രത കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയാണല്ലോ. ഇമാമ് ഓതുമ്പോൾ നമ്മൾ വേറെ എവിടെയോ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ എന്താണ് ഇതെന്ന് നമുക്ക് ബോധ്യമാകാത്തതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇനിയും കൂടുതൽ ഖുർആനിൽ നിന്നും പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അളീമ റബിഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസാനിനാ വദഹാബ ഹുമൂമിനാ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.